ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു നമ്പർ കിട്ടിയാൽ അത് പ്രൈം ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ള കോഡ് ഈസി ആയിട്ട് എങ്ങനെ എഴുതാം എന്നതാണ്. ആദ്യമേ എന്താണ് ഈ പ്രൈം നമ്പർ എന്നൊന്ന് നോക്കാം. ഞാൻ 5 എന്നൊരു നമ്പർ എടുക്കുകയാണ്. അതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 5, വേറെ ഒന്നുമില്ല. അതുപോലെ 7 എടുക്കുകയാണ്. 7ൻ്റെ ഫാക്ടേഴ്സ് 1, 7. അതായത് ചില നമ്പറുകൾക്ക് ഫാക്ടറായിട്ട് 1ഉം പിന്നെ ആ നമ്പറും മാത്രമേ ഉള്ളൂ. അത്തരം നമ്പറുകളെയാണ് പ്രൈം എന്ന് പറയുക. 8 എടുത്ത് നോക്കാം. 1, 2, 4, 8. ഇവിടെ 1ഉം 8ഉം അല്ലാതെ വേറെയും ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് 8 പ്രൈം നമ്പർ അല്ല. ഇനി നമുക്ക് കോഡിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ ഏത് നമ്പറിൻ്റെ ആണോ ചെക്ക് ചെയ്യേണ്ടത് അത് ഇൻപുട്ടായിട്ട് മേടിക്കണം. n = int ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ എ നമ്പർ എന്നൊക്കെ കൊടുക്കാം. ഇനി 1 ഒരു പ്രൈം നമ്പർ അല്ല. അപ്പോൾ അത് നമുക്കൊരു കണ്ടീഷനായിട്ട് കൊടുക്കാം. ഇഫ് n = 1 പ്രൈം നമ്പർ അല്ല, അപ്പോൾ പ്രിൻ്റ് നോട്ട് പ്രൈം. 1 അല്ലെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇനി എഴുതുന്ന ഫോർ ലൂപ്പൊക്കെ റൺ ചെയ്താൽ മതി. അപ്പോൾ അത് എൽസ് പാർട്ടിൽ നമുക്ക് എഴുതാം. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാം. ഉദാഹരണത്തിന് 8 എന്ന നമ്പർ പ്രൈം ആണോ അല്ലേ എന്ന് നോക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് 8നെ 1 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാ നമ്പേഴ്സിനെയും 1 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 2-ലാണ് തുടങ്ങുന്നത്. 8നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ നമ്മൾ അപ്പം തന്നെ മനസ്സിലാക്കി ഇത് പ്രൈം അല്ല. കാരണം 1ഉം 8ഉം അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ നമ്മൾ ബാക്കിയുള്ളത് ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പറ്റും, അതുകൊണ്ട് അത് പ്രൈം അല്ല. വേറൊരു നമ്പർ എടുക്കാം. 17. 17ൻ്റെ ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? 2-ലാണ് തുടങ്ങുന്നത്. 17 mod 2 = 0 ആണോ? അല്ല. അപ്പോൾ അടുത്തത് ചെക്ക് ചെയ്യും. 17 mod 3 = 0 തെറ്റാണ്. അപ്പോൾ അടുത്തത് നോക്കും. 17 mod 4 = 0 ആണോ? അതും തെറ്റാണ്. ഇങ്ങനെ എവിടം വരെ നോക്കണം? അത് നമ്മളൊന്ന് ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്. ഒരു നമ്പർ പ്രൈം ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എവിടം തൊട്ടാണ്? 2 തൊട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഏത് നമ്പറാണോ അതിൻ്റെ പകുതി വരെ ചെക്ക് ചെയ്താൽ മതി. അതായത് 17ൻ്റെ കേസിലാണെങ്കിൽ 17ൻ്റെ പകുതി എത്രയാണ്? 8.5 ആണല്ലേ. അപ്പോൾ നമ്മൾ 8 വരെ, ആ പോയിൻ്റ് കളയാം, 8 വരെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഈ നമ്പർ പ്രൈം അല്ലെങ്കിൽ നമ്മൾ പകുതി എടുത്ത ഈ 8 വരെ ചെയ്യുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഫ്ലാഗ് =0 എന്ന് കൊടുക്കുകയാണ്. അതെന്തിനാണെന്ന് ലാസ്റ്റ് പറഞ്ഞുതരാം. നമ്മൾ ഫോർ ലൂപ്പിൽ ചെക്ക് ചെയ്യാണ്. ഫോർ i in range ഞാൻ പറഞ്ഞു 2-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടം വരെ പോകണം? n/2 വരെ പോകണം. n/2 പോയിൻ്റ് ഇട്ട് വരാമല്ലോ. നേരത്തെ 8.5 അല്ലേ കിട്ടിയത്. അപ്പോൾ അതിന് ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനാണ് ഇൻറ്റ് ഓഫ് എന്ന് ഞാൻ എഴുതി കൊടുത്തത്. ഇനി പൈതണിലാവുമ്പോൾ ഒരു +1 നമ്മൾ ചേർത്ത് എഴുതുമല്ലോ, അതുകൂടി എഴുതുക. ഇനി എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ഓരോ തവണയും ഇഫ് n mod iയുടെ വാല്യൂ ഇപ്പോൾ ഏതാണോ അത് = 0. ഈ കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ, അതായത് iയുടെ ഏതെങ്കിലും ഒരു വാല്യൂവിന് n mod i = 0 ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? iയുടെ ആ വാല്യൂ n-ൻ്റെ ഒരു ഫാക്ടറാണ്. അതായത് n പ്രൈം നമ്പർ അല്ല എന്നല്ലേ അതിനർത്ഥം. n പ്രൈം നമ്പർ അല്ലെങ്കിൽ ഇനി ലൂപ്പ് നമ്മൾ റൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമുക്ക് അപ്പം തന്നെ നിർത്തിപ്പോരാൻ പറ്റും. അപ്പോൾ ഞാൻ ഫ്ലാഗ് =1 എന്ന് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. ഫ്ലാഗ് =1. ഇനി ലൂപ്പിന് എക്സിക്യൂട്ട് ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് ലൂപ്പിൽ നിന്ന് പുറത്ത് പോകണം. അങ്ങനെ പോകണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബ്രേക്ക്. ബ്രേക്ക് കൊടുത്താൽ ലൂപ്പിന് പുറത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ ഫോർ ലൂപ്പ് റൺ ചെയ്യുന്നു. എപ്പോഴെങ്കിലും കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്തും പോരുന്നു. ഈ ഫോർ ലൂപ്പിൽ എപ്പോഴാണ് ഫ്ലാഗ് 1 ആകുന്നത്? കണ്ടീഷൻ ട്രൂ ആകുമ്പോഴാണ്. അതായത് എപ്പോഴെങ്കിലും i n-ൻ്റെ ഫാക്ടർ ആണെങ്കിൽ മാത്രമാണ് ഫ്ലാഗ് 1 ആകുന്നത്.
അപ്പോൾ അതിനർത്ഥം ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഇത് പ്രൈം അല്ല എന്നല്ലേ. അപ്പോൾ ഇഫ് ഫ്ലാഗ് ഈക്വൽ ടു 1 പ്രിൻ്റ് നോട്ട് പ്രൈം അല്ല. ഞാൻ തുടക്കത്തിൽ ഫ്ലാഗ് ഈക്വൽ ടു 0 ആണ് കൊടുത്തത്. ഈ കണ്ടീഷൻ ഫോർ ലൂപ്പിൻ്റെ സമയത്ത് ഈ n mod i ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ ഒരിക്കൽ പോലും ശരിയായിട്ടില്ലെങ്കിൽ അതിനർത്ഥം ഫ്ലാഗിൻ്റെ വാല്യൂ ഒരിക്കലും 1 ആയിട്ടില്ല. അപ്പോൾ ഫ്ലാഗിൻ്റെ വാല്യൂ ഇപ്പോഴും 0 ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? കണ്ടീഷൻ ഒരിക്കലും ട്രൂ ആയിട്ടില്ല, അതായത് ഇത് പ്രൈം ആണ്. എൽസ് നമുക്ക് വേണമെങ്കിൽ എലിഫ് ഫ്ലാഗ് ഈക്വൽ ടു 0 എന്നും കൊടുക്കാം, അതിൻ്റെ നിർബന്ധമില്ല. പ്രിൻ്റ് പ്രൈം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കോഡ്. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, കോഡ് മുഴുവൻ ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. റൺ ചെയ്ത് നോക്കാം. ആദ്യം 1 എൻ്റർ ചെയ്ത് നോക്കാം, 1 പ്രൈം അല്ല. അടുത്തത് ഞാൻ 25 എൻ്റർ ചെയ്ത് നോക്കുകയാണ്, പ്രൈം അല്ല. അടുത്തത് ഞാൻ 31 എൻ്റർ ചെയ്ത് നോക്കുകയാണ്, പ്രൈം ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് റെക്കമെൻഡ് ചെയ്യണേ. കൂടാതെ എൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് വീഡിയോസ് കൂടെ കാണാൻ മറക്കല്ലേ.